ഇന്നത്തെ വീഡിയോയിൽ ക്യാബിൻ ക്രൂ അഥവാ എയർ ഹോസ്റ്റസ് പ്രഗ്നന്റ് ആയാലുള്ള കാര്യമാട്ടോ പറയുന്നത്. ആദ്യം തന്നെ പറയാം, ക്യാബിൻ ക്രൂ ആയാൽ കല്യാണവും കഴിക്കാം, പ്രഗ്നന്റും ആകാം. ഇനി കല്യാണം കഴിഞ്ഞതിന് ശേഷവും ഈ ജോബിന് കയറാട്ടോ. ഇൻ കേസ് നമ്മൾ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞാൽ, അതായത് കൺസീവിംഗ് ആണെന്ന് അറിയുന്ന മൊമെന്റ് തൊട്ട് നമുക്ക് ഫ്ലൈയിങ് അലൗഡ് അല്ല കേട്ടോ. അതായത് ഫ്ലൈ ചെയ്യാൻ പറ്റില്ല. പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞാൽ ഉടനെ കമ്പനിയെ വിളിച്ച് കാര്യങ്ങൾ പറയാം, ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യുക, വെരിഫിക്കേഷൻ ഒക്കെ നടക്കും. അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് 1 ഇയർ ലീവ് എടുത്തിട്ട് പോകാം. അതിൽ 6 മാസത്തെ സാലറി മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. 6 മാസം അൺപെയ്ഡ് ലീവ് ആയിരിക്കും കേട്ടോ. അതല്ല എങ്കിൽ നമുക്ക് 6-7 മാസം വരെയൊക്കെ ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യാം. അതായത് ഓഫീസ് സ്റ്റാഫ് ആയിട്ടോ വർക്ക് ഫ്രം ഹോം ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും വർക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ജോലി ചെയ്ത സാലറി ഫുള്ള് നമുക്ക് കിട്ടും. പിന്നെ ഡെലിവറിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഹൈറ്റ്, വെയിറ്റ്, ബോഡി ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് ബാക്ക് ടു ട്രാക്ക് ആക്കിയാൽ മാത്രമേ റീജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. റീജോയിൻ ചെയ്യുന്നതിന് മുന്നേ ഒരു ട്രെയിനിങ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പ്രഗ്നന്റ് പോളിസി. ഇത് എയർലൈൻ ടു എയർലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.